ഞാൻ ഡോക്ടർ സതീഷ് ചന്ദ്രൻ, ഓർത്തോപെഡിക് സർജൻ. ഗാംഗ്ലിയോൺ സിസ്റ്റ് ഇത് വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു മുഴയാണ്. റിസ്റ്റ് ഭാഗത്താണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത്. കുട്ടികളിലും ചെറുപ്പക്കാരിലുമാണ് സാധാരണ കാണാറ്. ഈ സിസ്റ്റ് ബിനൈൻ ആണ്, ഹാംലെസ് ആണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ചികിത്സയൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പ്രത്യേകിച്ചും ചെറിയ സൈസാണെങ്കിൽ റീഅഷുറൻസ് മതി. പക്ഷേ ചില ആൾക്കാരിൽ ഇതുപോലെ ഈ റിസ്റ്റ് പടത്തിൽ പോലെ അത് കുറച്ച് ഒരു ഡിസ്കംഫർട്ട് ആൻഡ് ഒബ്വിയസ് ആയിട്ട് കാണുന്നതുകൊണ്ട് പേഷ്യൻ്റ് വറീഡായിരിക്കാം. ഇതിന് യൂഷ്വൽ പ്രൊസീജിയർ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. ഈ സിസ്റ്റ് വളരെ ഡീപ്പ് അറ്റാച്ച്മെൻറ്റ് ടു ദ ടെൻഡൻ ഷീറ്റ് ഓർ ജോയിൻറ്റ്, റിസ്റ്റ് ജോയിൻറ്റ് ഉള്ളതുകൊണ്ട് മൈനർ ലോക്കൽ അനസ്തീഷ്യയിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ജനറൽ അനസ്തീഷ്യ വേണ്ടി വരും. എന്നാൽ ഒരു ഇന്നോവേറ്റീവ് ടെക്നിക് ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് എ സ്യൂച്ചർ ടെക്നിക്. അതാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതിന് ആദ്യം ആ ഏരിയ ക്ലീൻ ചെയ്യുന്നു, ഡ്രേപ്പ് ചെയ്യുന്നു. എല്ലാ സ്റ്റെറൈൽ പ്രിക്കോഷൻസും എടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പെയിൻറ്റിങ്, ഡ്രേപ്പിംഗ് എല്ലാം ചെയ്ത് ഒരു ത്രൂ ആൻഡ് ത്രൂ സൂച്ചർ, ഒരു 1-0 സൂച്ചർ മെറ്റീരിയൽ. ഐഡിയൽ സിൽക്ക് സൂച്ചറാണ്, പക്ഷേ ഇപ്പോൾ സിൽക്ക് സൂച്ചർ കിട്ടാൻ തന്നെയില്ല. അതുകൊണ്ട് ഞാൻ വൈക്രൽ ഉപയോഗിച്ചു. ത്രൂ ആൻഡ് ത്രൂ ഫ്രം വൺ സൈഡ് ടു അനദർ പാസ് ചെയ്തു. പിന്നീട് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വൺ മോർ ത്രൂ ആൻഡ് ത്രൂ പാസ് ചെയ്തു. അതിനുശേഷം ഈ സിസ്റ്റ് ഗാംഗ്ലിയോൺ ഞാൻ ആസ്പിറേറ്റ് ചെയ്തു. എല്ലാം ലോക്കൽ അനസ്തീഷ്യയിലാണ് ചെയ്തത്. ആദ്യം ലോക്കൽ അനസ്തീഷ്യ കൊടുക്കുന്നത് കണ്ടില്ലേ. എന്നിട്ട് ആ സിസ്റ്റ് കണ്ടൻസ് ഒരു ജെൽ ലൈക്ക് സബ്സ്റ്റൻസ് കംപ്ലീറ്റ്ലി ആസ്പിറേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അതിൽ ബാക്കി വല്ലതും ഉണ്ടോ എന്നുള്ളതിന് പ്രസ് ചെയ്ത് കംപ്ലീറ്റ് എക്സ്പ്രസ് ഔട്ട് ട്രൈ ചെയ്തു. അതിനുശേഷം അവരും ക്ലീൻ ചെയ്ത് 2 ഗോസ് പീസ് വെച്ച് ഈ ത്രെഡ് ആദ്യത്തെ ഇതും രണ്ട് പ്രാവശ്യമായിട്ട് ഓവർലാപ്പ് ചെയ്ത് ടൈ ചെയ്തു. അതിനുശേഷം ഒരു ക്രേപ്പ് ബാൻഡേജ് വെച്ച് ഒരു പ്രഷർ ബാൻഡേജ് കൊടുത്തു. ഇങ്ങനെ നമ്മളതൊരു 10-15 ദിവസം വെച്ചിരിക്കും. അത് കഴിഞ്ഞാൽ സൂച്ചർ റിമൂവ് ചെയ്യാം. അപ്പോൾ സിസ്റ്റ് കാണില്ല. റിക്കറൻസിനുള്ള സാധ്യതയുണ്ട്, പക്ഷേ അത് ഓപ്പറേഷൻ ചെയ്താലും ഉണ്ട്. അതുകൊണ്ടാണ് ഒരു ഓപ്പറേഷൻ അവോയ്ഡ് ചെയ്യുക. വളരെ ഔട്ട് പേഷ്യൻ്റായിട്ട് ഈ പ്രൊസീജിയർ നടക്കും. ചിലവും കുറവാണ്. നന്ദി, നമസ്കാരം.